സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് അനുകൂലമായ സാഹചര്യമാണുള്ളത് എന്ന് ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ ശോഭ സുരേന്ദ്രൻ. ഇതിന് ഉദാഹരണമാണ് സി.പി.എം എം.എൽ.എ മുകുന്ദൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് വന്നതെന്നും ശോഭ സുരേന്ദ്രൻ. സി.പി.എമ്മിന്റെ മൂല്യങ്ങളെ തകർത്തുകൊണ്ട് മക്കൾ രാഷ്ട്രീയത്തിനും മരുമക്കൾ രാഷ്ട്രീയത്തിനും അനുകൂലിച്ചാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന് വിളിച്ചു പറഞ്ഞാണ് കണ്ണൂരിൽ സി.പി.എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ രംഗത്ത് വന്നത്. പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുടെയും കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെയും വാക്കുകളോട് പിണറായി വിജയൻ പ്രതികരിച്ചിട്ടുമില്ല. വലിയ രീതിയിലുള്ള ഒരു അപചയം തന്നെയാണ് സി.പി.എമ്മിൽ സംഭവിക്കുന്നത്. നമുക്കറിയാം, മുൻപുള്ള കാലഘട്ടങ്ങളിലെ പല കാര്യങ്ങളും ഓർക്കുകയാണെങ്കിൽ ഗൗരിയമ്മയെ ബലിയാടാക്കി, അതുപോലെ തന്നെ ശൈലജയെ ബലിയാടാക്കി ശ്യാമളയെ പ്രതിഷ്ഠിക്കുകയാണ് എന്നാണ് ശോഭ സുരേന്ദ്രന്റെ വാക്കുകൾ. സി.പി.എമ്മിനകത്ത് വലിയ പൊട്ടിത്തെറികളും വാഗ്വാദങ്ങളും പുസ്തക പ്രകാശനങ്ങളും നടക്കുന്നത് ഇതിന്റെ ഉദാഹരണമാണെന്ന് ശോഭ സുരേന്ദ്രൻ പറയുന്നു. പാലക്കാട് 13 വർഷത്തോളം എം.എൽ.എ ആയിരുന്ന ആൾ മണ്ഡലത്തിനു വേണ്ടി എന്ത് ചെയ്തു എന്നാണ് ശോഭ സുരേന്ദ്രന്റെ ചോദ്യം. തുടർന്ന് വന്ന എം.എൽ.എയും ജനങ്ങളെ വേദനിപ്പിക്കുകയാണ് ഉണ്ടായത്. 15 വർഷമാണ് പാലക്കാടിന് നഷ്ടപ്പെട്ടത്. ബി.ജെ.പി പാലക്കാട് ഉയർത്തിപ്പിടിക്കുന്നത് സമഗ്ര പുരോഗതിയാണ്. പാലക്കാട്ടെ കർഷകരുടെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മുന്നേറ്റത്തിനുള്ള വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്യുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. കേരള ജനത ഇടത്തോട്ടും വലത്തോട്ടുമല്ലാതെ നേർരേഖയിലൂടെ യാത്ര ചെയ്താൽ നാട് കൂടുതൽ വികസിക്കും എന്ന നരേന്ദ്രമോദിയുടെ വാക്കുകൾ ജനം ഉൾക്കൊള്ളും. അതിനുള്ള കാലമാണ് വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ സമീപ സംസ്ഥാനങ്ങളിൽ വ്യാവസായിക മുന്നേറ്റം നടക്കുമ്പോൾ കേരളത്തിൽ നേരെ തിരിച്ചാണ്. സംസ്ഥാനം വരുമാനം ഉണ്ടാക്കുന്നത് മദ്യത്തിലൂടെയും ലോട്ടറിയിലൂടെയുമാണ്. ഒരു മേഖലയിലും സർക്കാരിന് മുന്നേറാൻ കഴിയുന്നില്ല. ജനം ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തെയും അഭിമുഖീകരിക്കാൻ തയ്യാറാകാത്ത സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. പാലക്കാട്ട് നിന്ന് എം.എൽ.എമാരും എം.പിമാരും മന്ത്രിമാരും ഉണ്ടായിട്ടും ഇവിടെ എന്ത് വികസനമാണ് കൊണ്ടുവന്നതെന്നും ശോഭ സുരേന്ദ്രൻ ചോദിച്ചു. രാഷ്ട്രീയം നോക്കാതെ പൊതുജനങ്ങൾക്ക് വേണ്ടിയാകും താൻ പ്രവർത്തിക്കുക, അതായിരിക്കും തന്റെ ശബ്ദമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വികസനം എന്ന അജണ്ട ഉയർത്തിപ്പിടിച്ചാണ് പോരാട്ടം. കർഷകർ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, ടെക്നോളജിസ്റ്റുകൾ എന്നിവർ ഉൾപ്പെടുന്ന ഒരു സംഘത്തിന്റെ പിന്തുണയോടെയാവും വികസന രേഖ അവതരിപ്പിക്കുക. ആരോഗ്യമേഖല, യുവജനത എന്നിവർക്കായി മാനിഫെസ്റ്റോ തയ്യാറാക്കുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. എന്നും ശോഭ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ ഒരു പോരാളി മാത്രമായിരുന്നു. ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാലും അവിടെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ശോഭ സുരേന്ദ്രൻ. ശോഭ സുരേന്ദ്രന്റെ വാക്കുകൾ ബി.ജെ.പി നേതൃത്വത്തിൽ മാത്രമല്ല, ബി.ജെ.പി പാർട്ടിക്കുള്ളിൽ ഉള്ള പ്രവർത്തകർക്ക് മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെട്ടവർക്ക് പോലും വളരെയധികം അതിശയമുളവാക്കുന്ന വാക്കുകളാണ്. കരുത്താർന്ന വാക്കുകളിലൂടെ പലപ്പോഴും തന്റേതായ അഭിപ്രായം, നിലപാടുകൾ ഇതൊക്കെ മുന്നോട്ട് വെക്കാൻ ശോഭ സുരേന്ദ്രൻ ഒരിക്കലും പിന്നോക്കം നിന്നില്ല എന്നത് തന്നെയാണ് അവരെ പല ഇടങ്ങളിലും കരുത്താക്കി നിർത്തുന്നത്. ഇനി ശോഭ സുരേന്ദ്രൻ പാലക്കാട് എത്രത്തോളം വോട്ട് പിടിക്കും എന്നതാണ് അറിയേണ്ടത്. എപ്പോഴും ഒരു വോട്ട് പിടിക്കുന്ന കാര്യത്തിൽ മറ്റ് ഏതൊരു ബി.ജെ.പി സ്ഥാനാർത്ഥിയും അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കരുത്തയായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ശോഭ സുരേന്ദ്രൻ. തന്നെയുമല്ല, പാലക്കാട് ശോഭ സുരേന്ദ്രന് വ്യക്തമായ ഒരു ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. പാലക്കാടുള്ള ഒരുപാട് ബി.ജെ.പി പ്രവർത്തകർ ശോഭ സുരേന്ദ്രനെ ആദരിക്കുന്നുണ്ട്, ശോഭ സുരേന്ദ്രന്റെ കഴിവിനെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് ശോഭ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ അത് ബി.ജെ.പിക്ക് മാത്രമല്ല, ശോഭ സുരേന്ദ്രൻ എന്ന വ്യക്തിക്കും, ശോഭ സുരേന്ദ്രനെ അംഗീകരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്കും, നാരീശക്തിക്ക് അവർ എത്രത്തോളം പ്രചോദനമാണ് എന്ന് മനസ്സിലാക്കുന്ന ഓരോ പുരുഷന്മാർക്കും ഉൾപ്പെടെ അത്രമാത്രം ശക്തമായ ഒരു പോരാളി സ്ഥാനാർത്ഥി തന്നെയാണ് ശോഭ സുരേന്ദ്രൻ. ശോഭ സുരേന്ദ്രൻ പാലക്കാട് വിജയിച്ചു വരും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരുത്താർന്ന ഒരു പ്രചരണ പരിപാടി തന്നെയാണ് ശോഭ സുരേന്ദ്രൻ പാലക്കാട് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ശോഭാജിക്ക് എല്ലാവിധ വിജയ ആശംസകളും കർമ്മ ന്യൂസും നേരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.